ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമുക്കൊരു ഉപ്പുമാവ് തയ്യാറാക്കിയാലോ? വളരെ കളർഫുള്ളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. കുറച്ച് റവയും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ആദ്യമായി നമുക്ക് വേണ്ടത് 2 സവാളയാണ്. ഞാൻ 2 ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ചെറിയ ടൊമാറ്റോ, കുറച്ച് മല്ലിയില. ഇനി അടുത്തതായി ഞാൻ ഇതിലോട്ട് കുറച്ച് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനിതൊന്ന് കുക്കറിലോട്ട് കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുത്താണ്. അതിൻ്റെ വെള്ളം ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളവും നമുക്ക് ഈ ഉപ്പുമാവ് റവ ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ബീഫ് തന്നെ വേണമെന്നില്ല, ചിക്കൻ ആയിരുന്നാലും മതിയാകും. വെജിറ്റബിൾ മാത്രം വെച്ച് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അടുത്തതായി ഞാൻ ദാണ്ടെ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. അത് വറുത്ത റവയാണ്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് രാവിലെ രാത്രി ഏത് സമയത്ത് വേണമെങ്കിലും ഇത് തയ്യാറാക്കി കഴിക്കാൻ കുറച്ച് സമയം തന്നെ മതിയാകും. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായി സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടിയതിന് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ രീതിയിൽ കട്ട് ചെയ്തതോ ചതച്ചതോ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സവാള ഒന്ന് നല്ലതുപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തിന് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടൊമാറ്റോയാണ് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തത്. അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒരു അടപ്പുകൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്തതായി ചേർക്കാനുള്ളത് ബീഫ് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബീഫിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം പീസുകൾ മാത്രമായിട്ടാണ് ഇതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലോട്ട് കിടന്നൊന്ന് ചെറിയ രീതിയിൽ മൊരിഞ്ഞൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ രീതിയിൽ ആണ് ഞാൻ ബീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം സവാളയും ടൊമാറ്റോയിലോട്ടൊക്കെ നമുക്കിത് ഈ ബീഫും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് കുറച്ച് സമയം അടപ്പുകൊണ്ടൊക്കെ അടച്ചൊന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവട്ടെ. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ കട്ട് ചെയ്ത 2 ടേബിൾ സ്പൂണോളം മല്ലിയില ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടപ്പുകൊണ്ട് അടച്ച് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് പൊടികളൊക്കെ തന്നെ ഇതിന് മതിയാവും. നമ്മൾ ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അധികം എരിവ് നമുക്ക് ഉപ്പുമാവിന് ആവശ്യമില്ല, കറക്റ്റിനുള്ളത് മതിയാവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മുളക് പൊടി അതുപോലുള്ളതൊന്നും ഭയങ്കരമായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ മസാല അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഗരം മസാല 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചിക്കൻ മസാല പോലുള്ളത് ഏതെങ്കിലും ബിരിയാണി മസാലയിലും മതിയാകും. അതിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ അടുത്തതായി ചേർത്ത് കൊടുത്തത് പെരിഞ്ജീരകമാണ്, വലിയ ജീരകപ്പൊടിയാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ പൊടികളൊന്നും നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് പോലെ തോനെയൊന്നും ചേർക്കാതെ ചെറിയ രീതിയിൽ മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ, ഉപ്പുമാവായതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേണം കുറച്ച് സമയം വെച്ചിരിക്കാൻ. പൊടികൾ കരിഞ്ഞു പോകാതെ നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം നമുക്ക് ബീഫിൻ്റെ ബാലൻസ് ഉള്ള ആ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ജ്യൂസും കൂടെ കുറച്ച് കിട്ടുന്നതായിരിക്കും. അതാക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഉപ്പിൻ്റെ അളവൊന്ന് നോക്കുക. ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ, ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
അടുത്തതായി നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇതുപോലെ തിള വരുന്ന സമയത്തിന് വേണം റവ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ റവയൊക്കെ കൂടെ ചേർത്തപ്പോൾ എനിക്ക് ഈ പാനിലോട്ട് നിൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വെന്തൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് സ്പേസുള്ള പാത്രം വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മാറ്റി. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാം നല്ലതുപോലെ റവയിലോട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി കഴിക്കുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പിന്നെ ഇറച്ചിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ മാത്രം വെച്ചും ഇത് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തതായി ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം കുറച്ച് പൊടികളും കൂടെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് റവ ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടിയൊക്കെ ചെറിയ രീതിയിൽ ചേർത്ത് കൊടുത്തുള്ളൂ. ഗരം മസാലയും കുറച്ചുകൂടെ അളവ് വേണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചിക്കൻ മസാല, ബിരിയാണി മസാല ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നപ്പോഴാണ് ഇതൊന്ന് മിക്സ് ചെയ്യാനൊക്കെ വലിയ പാടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം മറ്റൊരു പാത്രത്തിലോട്ടാക്കിയത്. ഇതുപോലെ ആയിട്ടുണ്ട് നിറഞ്ഞ്. അപ്പോൾ ഇത് എന്തായാലും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുകയുള്ളൂ. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ മറ്റൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ വെള്ളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഉപ്പില്ലെങ്കിൽ ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ എനിക്ക് കറക്റ്റിന് ഉപ്പൊക്കെ അളവായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.